ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാർച്ച് മാസത്തിൽ 2 കിടിലൻ മത്സരങ്ങളാണ് ബ്രസീലിന് കളിക്കേണ്ടി വരുന്നത്. അതായത് സൗഹൃദ മത്സരത്തിൽ ആദ്യത്തെ എതിരാളികൾ ഫ്രാൻസ് ആണ്. അത് മാർച്ച് 27-ാം തീയതിയാണ് നടക്കുക. പിന്നീട് മാർച്ച് 31-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ മറ്റൊരു യൂറോപ്യൻ വമ്പന്മാരായ ക്രൊയേഷ്യയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഈ 2 മത്സരങ്ങളും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പരീക്ഷണമായിരിക്കും. ഇത് തന്നെയാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീലിന്റെ നിലവാരം മനസ്സിലാക്കാൻ ഈ 2 മത്സരങ്ങളും സഹായിക്കും എന്നാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ എല്ലാ ടീമുകളും ബ്രസീലിനെ ബഹുമാനിക്കുന്നു, അതുപോലെ തന്നെ എല്ലാ ടീമുകളെയും ബ്രസീൽ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുകൂടി റാഫീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകൾക്കെതിരെയാണ് അടുത്ത ബ്രേക്കിൽ നമ്മൾ സൗഹൃദ മത്സരം കളിക്കുന്നത്. അത് നല്ലൊരു പരീക്ഷണമായിരിക്കും, നല്ല ബുദ്ധിമുട്ടേറിയ മത്സരങ്ങളായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഞങ്ങൾ ഇനിയും ഇംപ്രൂവ് ആവാനുണ്ട്. കൂടുതൽ നല്ല രൂപത്തിലായിരിക്കും വേൾഡ് കപ്പിൽ എത്തുക. എല്ലാ ടീമുകളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു, എല്ലാ ടീമുകളും ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് റാഫീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പിന് നല്ല രൂപത്തിൽ കൂടുതൽ ഇംപ്രൂവ് ആയിക്കൊണ്ട് എത്തും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ മൊറോക്കോ, ഹെയ്ത്തി, അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് എന്നിവരാണ്. ജൂൺ 14-ാം തീയതിയാണ് ആദ്യ വേൾഡ് കപ്പ് മത്സരം ബ്രസീൽ കളിക്കുക. അതിനു മുന്നേ 1-2 സൗഹൃദ മത്സരങ്ങൾ കൂടി കളിക്കാൻ ഇപ്പോൾ ബ്രസീലിന് പ്ലാനുകൾ ഉണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.